ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സൺഡേ ചീറ്റ് ഡേ ആണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു മടി പിടിച്ച ദിവസമാണ്. വേറൊന്നുമല്ല, ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നമുക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വിശാലമായിട്ട് കിടന്നൊക്കെ ഉറങ്ങി. അപ്പോൾ ഇന്നലെ ഓവർനൈറ്റ് ഓട്സിന് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് നമ്മുടെ ലെമൺ വാട്ടർ കുടിച്ചതിന് ശേഷം ഞാൻ എടുത്ത് ഇതാണ് കേട്ടോ. എന്നെ ഇത്ര മോട്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ ഇത്ര സപ്പോർട്ട് കുറവായി പോകണത്. വീണ്ടും വീണ്ടും എല്ലാവരെയും ഞാൻ വീണ്ടും വീണ്ടും ഉണർത്തണം അല്ലേ? നല്ല രീതിയിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ വീഡിയോ ഇടാനുള്ള എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരുത്താൻ പഠിത്തമില്ലാത്തതുകൊണ്ട് നല്ലപോലെ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിരുന്ന് കൊച്ചിനേക്കാളും കഷ്ടമാണ് ഗെയിം കാണുവാണ്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ എനിക്ക് ഇന്ന് കുറേ പണികളുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ പറയുക, ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്നൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ആഴ്ച 6 ദിവസം പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി ഒരു ദിവസം നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ, അതിനിടയ്ക്ക് ഇവൻ്റെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് സുന്ദരഘട്ടനായിട്ട് എന്നെ ഒന്ന് സൂചിപ്പിച്ച് എൻ്റെ ഫോണും എടുത്തുകൊണ്ട് ഓടുവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാർജറിൽ കുത്തിയിട്ട് ഫോൺ ഉപയോഗിച്ച് ചെവിയൊക്കെ പൊട്ടിത്തെറിച്ചൊക്കെ വീഡിയോ കാണിച്ചിട്ട് സത്യമൊക്കെ ഇട്ട് ഇനി എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണേ രാവിലെ എന്നിട്ട് ഉറക്കപ്പായിനേ ഓടി വന്ന്. അങ്ങനൊന്നും അല്ല ഉമ്മച്ചി, അങ്ങനല്ല, അതേ വീണ് പൊട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടാണ് ഓടിയത്. ഫോണില്ലാത്ത ഒരു കാലം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്കൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് അങ്ങനെയൊക്കെ ഫോൺ സ്ഥിരമായിട്ടൊക്കെ കയ്യിലൊക്കെ കിട്ടുന്നത്. എന്നാലും ബാപ്പയുടെയൊക്കെ ആ ഒരു ചിട്ടയോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ മക്കളുടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജനിച്ചു വീട് മുന്നേ കയ്യിൽ ഫോണാണ്. ആ ഒരു സിറ്റുവേഷൻ വളരെ വളരെ അപകടമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? നമ്മളൊക്കെ ജീവിച്ചു വളർന്ന ആ ഒരു സ്നേഹവും സന്തോഷവും ഒന്നും ഇന്നത്തെ മക്കൾക്കില്ല. നമ്മളൊക്കെ കളിച്ചു വളർന്ന കളികളില്ല, പല പല വ്യത്യാസങ്ങളെ. അപ്പോൾ രാവിലെ ഇന്ന് പുട്ടും പയറുമാണ്. അല്ലെങ്കിൽ സൺഡേ ആകുമ്പോഴത്തേക്കും നമുക്ക് മടി എന്തെങ്കിലും അല്ലെങ്കിൽ തലേ ദിവസം എന്തുണ്ടാക്കണമെന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മുടെ ഒരു 98% വീട്ടമ്മമാരും. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലി സാമ്പാർ ഒരുക്കി ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കി തരുമ്പോഴത്തേക്ക് സമാധാനം. രാവിലെ എഴുന്നേറ്റ് തട്ടിക്കൂട്ട് സാമ്പാർ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ആലോചന ഇന്ന് വളരെ ചുരുക്കമായി നിന്ന് പുട്ടും പയറിലേക്കും പോയി. ഹെൽത്തി ആയിട്ടുള്ള പുട്ടും പയറും, പിന്നെ ഇക്കാക്ക് പപ്പടവും വേണം കേട്ടോ. പപ്പട കൊതിയനാണ്. അപ്പോൾ പപ്പടവും കൂടെ ആകുമ്പോഴത്തേക്കും രാവിലത്തെ കാര്യമൊക്കെ. പിന്നെ ഞായറാഴ്ച അല്ലേലും ഇറച്ചിയുടെ പുറകെ ആണല്ലോ. ചെറിയവൻ തലേ ദിവസമേ പറയും നാളെ ചിക്ക പൊരിച്ച് തരണം കേട്ടോ. അപ്പം ഞാൻ കരുതി എല്ലാവർക്കും എന്തായാലും നമ്മൾ കഴിക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാം, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരിത്തിരി ഒന്ന് മെനക്കിട്ടാൽ എണ്ണയൊന്നും അധികം യൂസ് ആക്കാതെ, എണ്ണയൊന്നും അധികമൊന്നുമല്ല, എണ്ണ പേരിന് പോലും ചേർക്കാനേ വേണ്ട. ഞാനിപ്പോൾ വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. മറ്റേത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു കുടം എണ്ണയായിരിക്കും നമ്മൾ കളയുന്നത്. അത് പിന്നീട് ഉപയോഗിക്കാനായിട്ടുള്ളൊരു പേടി കാരണം നമ്മളത് എടുക്കാറുമില്ല, വെറുതെ അങ്ങ് കളയുകയും ചെയ്യും. അങ്ങനെ ഇന്നലെ പാക്കറ്റ് മസാല 2-3 പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ പൊട്ടിച്ചിട്ട് അപ്പം നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കറിൽ വെക്കാനും ആ കുക്കറിൽ നിന്ന് ചൂടോടുകൂടി കഴിക്കാനും. അപ്പം നോക്കിയപ്പോഴത്തേക്കും നെയ്യില്ല. നെയ്ക്ക് വരാൻ അങ്ങനെ വെളിച്ചെണ്ണ ആകാം. പിന്നെ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ഒരു സവാള ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുഴുവൻ മസാലയും ഇട്ട്, ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പാത്രം വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് തിളക്കാനൊന്നും നിൽക്കേണ്ട, അരി അതിലേക്ക് ഇട്ടിട്ട് എൻ്റെ ഈ കുക്കറിൽ 2 വിസിൽ വരുമ്പോഴത്തേക്കും ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ നല്ല അടിപൊളി ചോറ് വെന്ത് കിടക്കും കേട്ടോ. നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് ചെയ്യുക. പാത്രത്തിൽ വെക്കുന്നതിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പം എപ്പോഴും ഞാൻ കുക്കറിലാണ് കറിയും വെക്കുന്നത്. ഇന്ന് കുക്കറിൽ നിന്ന് മാറ്റി ഇന്ന് കറി എന്തായാലും പാത്രത്തിൽ ആക്കാമെന്ന് കരുതി. അങ്ങനെ വെറൈറ്റി ആയിട്ട് അതും അങ്ങനെ സെറ്റാക്കി. ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ. എല്ലാം പുരട്ടി വെച്ച് അല്പം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഒരിത്തിരി തൈര് ഒഴിച്ച് കുക്കറിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇടാതെ ഇതങ്ങോട്ട് എടുത്ത് വെച്ച് ഒരു 3-4 വിസിലോ കൊടുത്താൽ, ചെറിയ കഷ്ണമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതൊന്ന് അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങി കിടക്കും. അതൊന്ന് വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ വിസിലൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രൈ പാനിലേക്ക് ഇട്ട് ആ വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ച് കുറച്ച് മല്ലിച്ചപ്പ് പുതിനയിലയും കയ്യിലുണ്ടെങ്കിൽ അതും കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് വറ്റി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ വരട്ട് കണക്കൊക്കെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയിൽ ഞാൻ അല്പം തേങ്ങയും കുരുമുളകും എല്ലാം കൂടെ കസകസും എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. എന്താകുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ചിക്കൻ ഇന്ന് വേവിക്കാതെ നേരെ അങ്ങിടുമായിരുന്നു കേട്ടോ.
അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനും സെറ്റ് ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇച്ചിരി തൈര് സാലഡും ആയിക്കോട്ടെ. അപ്പോൾ ആ ചൂട് ചോറും ആ ചൂട് കുക്കറിൽ വന്ന നെയ്ച്ചോറും തൈര് സാലഡും ആ ചിക്കൻ ഫ്രൈയും ഇത്തിരി ചിക്കൻ കറിയും പേരിനൊരിച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സാറേ വേറെ എന്ത് സാധനവും മാറി നിൽക്കും. നമുക്ക് ബിരിയാണിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പം ഇക്കൊക്കെ ബിരിയാണിയേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. ഇതേ കണ്ട 2 വിസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നല്ല മണ്ണി മണിയായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. നല്ല ഈ ചൂടോടുകൂടി തന്നെ തിന്നണം. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ കരുതി ചെറിയവന് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇച്ചിരി ചോറും സാലഡും ഒരു പീസ് ചിക്കനും കൂടെ കൊണ്ട് വെച്ച് കൊടുക്കാമെന്ന്. ഇച്ചിരി താഴെ പോയാലും കുഴപ്പമില്ല. അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും തനിയെ തിന്നണ്ടല്ലേ. അപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് ആവരുതല്ലോ എന്ന് കരുതി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനും വേണം, സച്ചായ്ക്കും വേണം. അങ്ങനെ അവനും കൊടുത്ത് അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ചൊന്ന് കിടക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴത്തേക്കും പാത്രം ഒന്ന് കഴുകി തിരിച്ച് വന്നപ്പോഴത്തേക്കും കാണുന്ന അവസ്ഥയായി. ഇവിടെ നിന്നാണ് ഒരു പെട്ടി എടുത്തോണ്ട് വന്ന് അത് മൊത്തവും വലിച്ചു കീറിയിടുന്നു. എൻ്റെ തമ്പുരാനെ ഞാൻ എങ്ങനെ ഒന്ന് നടുവ് നിവർത്തുക എന്നുള്ളൊരു ഇതായി. അങ്ങനെ എങ്ങനെയൊക്കെ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് വീണ്ടും കിടത്തി ഉറക്കി എഴുന്നേറ്റ് വന്നിട്ട് ഞാനൊരു നമ്മുടെ ബോംബെയിൽ എന്തപ്പോഴില്ലേ അത് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് പറഞ്ഞാൽ അതും എടുത്ത് കഴിച്ച്. അപ്പോൾ ഇക്കാക്കുള്ള ചായ ഇടുകയാണ് കേട്ടോ. ചെറിയ അവനിച്ച് കുറുക്കും കൊടുക്കണം. അങ്ങനെ ഇന്നത്തെ സൺഡേ ഏതാണ്ടൊക്കെ ഒരു ദിവസം വലുതായിട്ട് കിട്ടുമെങ്കിൽ ശനിയാഴ്ച സന്ധ്യ ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ഇന്ന് കിടന്നുറങ്ങാമല്ലോ എന്നുള്ള ചിന്തയാണ്. പണ്ട് സ്കൂളിൽ പോയപ്പോഴൊക്കെ ഉള്ള ചിന്തയാണ്. അതേപോലത്തെ അവസ്ഥയാണ്. എല്ലാം കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഗ്രീൻ ടീയും കൂടെ എടുത്തുകൊണ്ട് ജസ്റ്റ് പുറത്തോട്ട് വന്നതിന് ശേഷം ഡിന്നറായിട്ട് നമ്മുടെ സ്മൂത്തി എടുത്തു. അപ്പോൾ ഇന്നത്തെ ദിവസവും അങ്ങനെയൊക്കെ പോയി. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പറയാൻ മറക്കരുത്. അപ്പം ടാറ്റ ബൈ, സീ യു അടുത്തൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ടാറ്റാ.